തൃശൂർ പൂരം പാരമ്പര്യത്തിന്റെയും ആത്മീയതയുടെയും ആചാരത്തിന്റെയും ആഘോഷമാണ്. വാദ്യമേളങ്ങളും അണിനിരത്തിയ ഗജവീരന്മാരും വെടിക്കെട്ടുമാണ് അതിന്റെ പ്രത്യേകതകൾ. പൂരം ചിലർക്ക് അഭിമാനവും ചിലർക്ക് വികാരവുമാണ്. എന്നാൽ ഇന്ന് ഉയരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ഇനിയും തുടരണമോ എന്നാണ്. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് വളരെ പ്രശസ്തമാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ വെടിക്കെട്ട് കാണുവാൻ വരുന്നത് ആയിരക്കണക്കിന് ജനങ്ങളാണ്. ഇരുട്ട് മൂടിക്കിടക്കുന്ന ആകാശത്ത് നിറങ്ങളുടെയും ശബ്ദത്തിന്റെയും വിസ്മയം തീർക്കുന്ന ഈ സൗന്ദര്യത്തിന് പിന്നിൽ വലിയ വില നൽകേണ്ടി വരുന്നുവെന്നത് ചർച്ച ചെയ്യപ്പെടുന്നുമില്ല. കഴിഞ്ഞ ദിവസം 14 ആളുകളുടെ ജീവൻ നഷ്ടമായ വലിയ സ്ഫോടനം ഉണ്ടായപ്പോഴും അവരുടെ കുടുംബങ്ങൾ അനാഥമാവുകയും സ്വപ്നങ്ങൾ ശിഥിലമാവുകയും ചെയ്തപ്പോഴും വെടിക്കെട്ട് എന്ന അപകടകരമായ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല. ഇത് ആദ്യ സംഭവമല്ല. ഇതിനു മുൻപ് നിരവധി അപകടങ്ങളും മരണങ്ങളും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിലും വെടിക്കെട്ട് പുരകളിലും ഉണ്ടായിട്ടുണ്ട്. ഓരോ തവണയും അനുശോചനം രേഖപ്പെടുത്തുന്നതല്ലാതെ ഒരു മാറ്റം കൊണ്ടുവരുവാനും കഴിയുന്നില്ല. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനെ മാത്രമല്ല ഞാൻ കുറ്റം പറയുന്നത്. ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലും എല്ലാം നടക്കുന്ന വെടിക്കെട്ടുകളിൽ എല്ലാ വർഷവും നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. വെടിക്കെട്ട് കാണുവാൻ വരുന്ന കാഴ്ചക്കാരിൽ എത്ര ആളുകളാണ് കാലും കൈയും നഷ്ടപ്പെട്ടവരായി തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ളത്. ചിന്നി ചിതറിയ ശരീരഭാഗങ്ങൾ മാത്രം അന്ത്യകർമ്മത്തിനായി ലഭിച്ച ഉറ്റവർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഉണ്ട്. ശരിക്കും ഈ വെടിക്കെട്ടുണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് ഇനിയും ചർച്ച ചെയ്യാതെ പോകുവാൻ കഴിയില്ല. വെടിക്കെട്ടുണ്ടാക്കുന്ന നിറങ്ങളുടെ വിസ്മയങ്ങൾ കണ്ട് അതിന്റെ ശബ്ദം കേട്ട് ഇനിയും ലഹരി പിടിക്കരുത്. വെടിക്കെട്ടുണ്ടാക്കുന്ന ഇരുണ്ട പുകയും വമിക്കുന്ന ദോഷകരമായ രാസവാതകങ്ങളും ഘോരമായ ശബ്ദവും വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതുമൂലം ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരും ആസ്മ ഉള്ളവരും ഹൃദയ സംബന്ധമായ രോഗമുള്ളവരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഈ വൻകിട ആളുകളോടൊന്നും പറയുവാൻ കഴിയാത്തത് കൊണ്ട് നിശബ്ദമായി സഹിക്കുകയാണ്. അവർക്ക് വെടിക്കെട്ട് ആഘോഷമല്ല, അസ്വസ്ഥതയാണ്. കുഞ്ഞുകുട്ടികളും പ്രായമായവരും രോഗികളും ശ്വാസമെടുക്കാനായി പ്രയാസപ്പെടുകയും ഉറങ്ങുവാൻ കഴിയാതെ വരികയും ഓരോ അമിട്ട് പൊട്ടുമ്പോഴും അവരുടെ അന്ത്യമാണെന്ന് കരുതുകയും ചെയ്യുന്നു. വെടിക്കെട്ട് മൂലം ഇത്തരം അനുഭവം ഉണ്ടായവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കണേ. ഇന്ന് വലിയ കാലാവസ്ഥാ വെല്ലുവിളികളാണ് നാം നേരിടുന്നത്. കടുത്ത വരൾച്ച, അമിതമായ ചൂട്, വെള്ളപ്പൊക്കം, ഇങ്ങനെ പ്രകൃതിയുടെ ദോഷമാണ് ഓരോ സമയത്തും കാണുന്നത്. ഇതിന് കാരണം പരിസ്ഥിതിക്കും മനുഷ്യനിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന സമ്മർദ്ദമാണ്. മലിനീകരണം അനുദിനം വർദ്ധിക്കുകയും വായു മലിനമായിക്കൊണ്ടിരിക്കുകയുമാണ്. ഇന്ന് നാം ശ്വസിക്കുന്ന വായുവിൽ പകുതിയും ദോഷകരമായ പദാർത്ഥങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. വിഷാംശമുള്ള വാതകവും പൊടിപടലങ്ങളും അടങ്ങിയ വായു ആണിത്. ഇതുമൂലം ഓരോ ദിവസവും രോഗികളായിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ വായുവിനെ ശുദ്ധീകരിക്കാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ഈ സമയത്ത് ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിച്ചു തീർക്കുന്നത് എത്ര വെടിക്കോപ്പുകളാണ്. ഇതിന്റെ കട്ടിപിടിച്ച പുക ഒന്നിലധികം ദിവസം ആ പ്രദേശത്ത് തന്നെ ഉണ്ടാകും. അതിനുശേഷം അത് ഈ വായുവിൽ അലിഞ്ഞു ചേർന്ന് കിലോമീറ്ററുകൾ അപ്പുറം ജീവിക്കുന്ന നിങ്ങളുടെ ശ്വാസകോശത്തിലും എത്തും. ഒറ്റ രാത്രി കൊണ്ട് വെടിക്കെട്ട് തീരും. പക്ഷെ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ പിന്നീട് തലമുറകളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങളുടെ കണ്ണുകൾക്ക് ലഭിക്കുന്ന സന്തോഷം നിങ്ങളുടെ മക്കളെ രോഗികളാക്കും. കേരളം പരിഷ്കൃത സമൂഹമാണെന്ന് വാചാലമാകുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ സ്വന്തം തെറ്റുകൾ ആർക്കും മനസ്സിലാകാത്തതുപോലെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നാമും ചില തെറ്റുകൾ കണ്ടെത്തുവാനും അത് തിരുത്തുവാനും തയ്യാറാകുന്നില്ല. വെടിക്കെട്ട് ഇല്ലാതെയും ആഘോഷങ്ങൾ നടക്കും, പൂരങ്ങൾ നടക്കും, പെരുന്നാളുകൾ നടക്കും. കാരണം അത് സംസ്കാരമാണ്, ആചാരമാണ്. വാദ്യമേളങ്ങളും സംഗീത കച്ചേരികളും ഘോഷയാത്രകളും മതി ഒരു പൂരത്തെ ഗംഭീരമാക്കുവാൻ. ഈ പ്രകൃതിക്കും മനുഷ്യജീവനും ഭീഷണിയായി വെടിക്കെട്ടുകൾ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ആർജവം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകണം. ഒരു മാറ്റം കൊണ്ടുവരുവാനുള്ള കാര്യം ഞാനിവിടെ പറയുന്നുവെങ്കിലും അതിനെ അനുകൂലിക്കുന്നതിലും അധികം ആളുകളാണ് പ്രതികൂലിക്കുന്നത്. കാരണം ആളുകൾക്ക് അവരുടെ പാരമ്പര്യം നഷ്ടപ്പെടും എന്നുള്ള ഭയവും മാറ്റം ഉൾക്കൊള്ളുവാനുള്ള വിമുഖതയുമാണ്. എന്നാൽ പാരമ്പര്യ സംസ്കാരങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം ജീവൻ കൂടെ സംരക്ഷിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാകേണ്ടതുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു കാര്യം ആലോചിക്കാം. ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടാണോ നിങ്ങളുടെ വരും തലമുറയുടെ ആരോഗ്യമാണോ വിലപ്പെട്ടത്? പാരമ്പര്യമാണോ മനുഷ്യജീവനാണോ വിലപ്പെട്ടത്? ആഘോഷം കൊണ്ട് ഉണ്ടാകേണ്ടത് സന്തോഷമാണ്, ഭയം അല്ല. അത് നൽകേണ്ടത് ഓർമ്മകളാണ്, ദുരന്തങ്ങളല്ല. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങളുടെയും പെരുന്നാളുകളുടെയും ഭാവി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പഴയ രീതികൾ ഇനിയും അനേകരെ ബലി കൊടുത്തുകൊണ്ട് പിന്തുടരണോ, അതോ നല്ല ഭാവിക്കായി മാറ്റങ്ങൾ കൊണ്ടുവരണമോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ശരിയായ ആഘോഷങ്ങൾ ശബ്ദകോലാഹലങ്ങളല്ല, അത് ജനങ്ങളുടെ സന്തോഷവും ജീവന്റെ സുരക്ഷയുമാണ്.